ജപമാല പ്രാർത്ഥനകൾ കൊണ്ട് മുഖരിതമായ ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജപമാല പ്രാർത്ഥന ഒക്ടോബറിൽ മാത്രം ചൊല്ലി അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. ജീവിതകാലം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും ജപമാലയെ ഉപേക്ഷിക്കരുത് എന്നായിരുന്നു പാപ്പായുടെ അഭ്യർത്ഥന. പരിശുദ്ധ അമ്മ ലോകത്ത് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമായിരുന്നു: ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പാപികളിൽ മാനസാന്തരവും ലോകത്തിൽ സമാധാനവും കുടുംബങ്ങളിൽ കൂട്ടായ്മയും നിറയ്ക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. ജപമാലയുടെ കൂട്ടുപിടിച്ച് നാം മുന്നോട്ടു പോവുക. പരിശുദ്ധ അമ്മ നമ്മുടെ രക്ഷയ്ക്കെത്തും. അപകടങ്ങളിൽ നിന്ന് അമ്മ നമ്മെ രക്ഷിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ആശ്വാസം നൽകും. സ്നേഹം കുറയുന്ന ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ പുതുവീഞ്ഞ് നിറച്ചു തരും. മരണസമയത്ത് അരികിലെത്തി